ഇതാണ് ലക്ഷ്മണെടുത്ത ഡ്രസ്സ്. ഇത് ചമയത്തുനിന്ന് എടുത്താണ് കേട്ടോ. നാലഞ്ച് കടയിൽ ഓൾക്ക് പറ്റിയത് കിട്ടിയത്. അവസാനം ചമയത്ത് പോയി പാവാക്കൂട്ടറ കജ്ജും കാലും പിടിച്ച് എടുപ്പിച്ചതാണ്. ഇതാണ് ഓളെ ഡ്രസ്സ്. അങ്ങനെ ലക്ഷ്മോളെ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ലക്ഷ്മോളുടെ ഡ്രസ്സ് കിട്ടി. ഇനി അടുത്ത ഡ്രസ്സ് ആരുതാണ്? പുണ്ണിന്റെ ഡ്രസ്സാണ് ഇത്. ഇത് പാന്റ് കേട്ടോ. ഇതാണ് പാന്റ്. പിന്നെ കുപ്പായി. ഇതാണ് അപ്പൂസിന്റെ ഓണക്കോടി. പറ, ഇതാണ് എന്റെ ഓണക്കോടി എന്ന് പറ. അവരോട് പറ. നിങ്ങൾക്ക് ഇഷ്ടമായോ ചോദിച്ചോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായോ ചോദിച്ചോക്കാം. അപ്പൂസിന്റെ ഓണക്കോടി ഇതാണ് കേട്ടോ. അപ്പൂസിന്റെ ഓണക്കോടി രസമുണ്ടല്ലേ? ഇഷ്ടമായി. അമ്മക്ക് കുഴഞ്ഞ സാരി വേണമെന്ന് പറഞ്ഞിട്ട് കുഴഞ്ഞ സാരി വാങ്ങിയതാണ്. ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ്. കുഴഞ്ഞത് മതി പറഞ്ഞിട്ട്. അമ്മക്ക് പട്ട് സാരി എടുക്കാൻ പാടില്ല, പൊന്തിക്കണത് പാടില്ല. അതെ, അപ്പൊ ഇങ്ങനത്തെ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്നും പണിക്കൊക്കെ പോകുമ്പോ എടുക്കാതെ സുഖത്തിന്. അതുകൊണ്ട് എപ്പോഴും അങ്ങനത്തെ കാണിച്ചു കൊടുത്തോ. പോലെ കാണിച്ചു കൊടുത്തു. ഇതാണ് അമ്മേന്റെ സാരി കേട്ടോ. കുഴഞ്ഞ സാരി നല്ല മിൻസ് ഉണ്ടായിരുന്നു. കൊടുക്കാൻ നല്ല സുഖമാണ്. അതിന് ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടോ. അങ്ങനത്തെ ബ്ലൗസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ സുഖമാണ്. ഇതാണ് സുഖമാണ്. അടിക്കേണ്ടല്ലോ, അടിക്കൂലി ഉണ്ടല്ലോ. റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഇതൊന്നുമില്ല. ഇത് 2 ലെഗിൻസ് എനിക്ക് എടുത്തത്. ഒന്നും കാണിക്കണ്ടല്ലോ. ബഡാബസാറിലേ അതെ, നല്ല വില കുറവുണ്ട്. ഓഫർ ഉള്ളതായിരുന്നു. അപ്പൊ പിന്നെ വെറും 100 രൂപ കേട്ടോ. വെറും 100 രൂപ. 100 രൂപയ്ക്ക് 2 ലെഗിൻ ഒരു ടോപ്പ്. ഇത് ഓഫർ പ്രൈസിന് വാങ്ങിയതാണ്. ഇതിന് വെറും 150 രൂപ കേട്ടോ. ബഡാബസാറ് പരസ്യം വിചാരിക്കുന്നത്. അല്ലാണ്ട് ബഡാബസാറുകാർ പറഞ്ഞിട്ട് പറയുന്നതല്ല. അടുത്തത് കേട്ടോ, അമ്മയ്ക്ക് വാങ്ങിയത് ഒരു ബ്ലൗസ് കൂടിയ റെഡിമെയ്ഡ് ബ്ലൗസ്. കറുപ്പ് ബ്ലൗസ് ഇല്ലാന്ന് ഭയങ്കര പരാതി. അപ്പൊ എന്നാ ആയിക്കോട്ടെ, ഒരു കറുപ്പ് ബ്ലൗസ് കൂടി ആയിക്കോട്ടെ എന്നിട്ട് ഒരു കറുപ്പ് റെഡിമെയ്ഡ് ബ്ലൗസും കൂടി വാങ്ങി. ഇത് അമ്മയ്ക്കാണ് ഇപ്രാവശ്യം നല്ല ഓണക്കൊടി. കോളടിച്ചോ അമ്മയ്ക്ക് ഓണക്കൊടി. ഇനി ഇത് ഇത് എനിക്ക് വാങ്ങിയില്ലേ? അതവിടെ എന്താ പിന്നെ എടുക്കാണ്ട് നേരെ നോക്കി അതിൽ വീണോ. ഇത് ബഡാബസാറിന്നേ നല്ല ഇതുപോലെ നല്ല ഓഫറിൽ കിട്ടിയാട്ടോ. 190 രൂപയ്ക്ക് ജീൻസിന്റെ പാന്റ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ജീൻസിന്റെ പാന്റ് കൊടുക്കുന്നത്. ഇതുവരെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല, ആദ്യമായിട്ട് എടുക്കുകയാണ്. സജിതയുടെ നിർബന്ധപ്രകാരം ഞാൻ എടുത്തതാട്ടോ. ഓളൊന്നും എടുത്തു. കാണാനല്ല, ഇതല്ല, എന്നാ അത് വണ്ടിയിൽ കൊണ്ടുണ്ടാവും. കവറ് ചെയ്തിരുന്നു. ഓൾക്ക് കൊടുത്തേർന്നിട്ടോ. അത് കാണില്ല, അത് ബില്ലില് പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. വണ്ടിയിൽ വേണമെന്നാ പോയൊക്കെ ബില്ലിലുണ്ടോ നോക്കും. ഒരു ജീൻസിന്റെ പാന്റ് ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീൻസിന്റെ പാന്റ് എടുക്കണത് ഇടുന്നതൊക്കെ. ഇതിന്റെ റിച്ചുവിന്റെ പാന്റാണ്. ഇതാണ് റിച്ചുട്ടന്റെ പാന്റ്. ബ്ലാക്ക് പാന്റ്. ഇവിടെ അങ്ങനെ പിടിക്കും. എന്റെ ഷർട്ട് വെച്ചിട്ടുണ്ട്. ഇത് കോളറുള്ള ടീഷർട്ട് മോഡല് ഷർട്ടാണ് കേട്ടോ. മോനെ ചെന്നൈക്കേണ്ടത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. നല്ല രസമുണ്ട് കാണുന്നത്. ഇങ്ങനെ അങ്ങനെയുള്ള കോളറുള്ള ടൈപ്പ് ഉള്ളിൽ ടീഷർട്ട് വരുന്ന ടൈപ്പ് ഷർട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കളർ. ഇത് ചെന്നൈക്കന്നെ അവിടെ അങ്ങനെ തൂക്കിട്ടായിരുന്നു. അത് കണ്ടേക്കാൻ ഒരു ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. ചോദിച്ചോക്കാം, ഇതാണ് എന്റെ ഓണക്കോടിയത്. അത് ഇഷ്ടമായി ചോദിക്കും. ഇത് എന്നിട്ട് ഞങ്ങള് 2-3-4 കടയിലൊക്കെ കയറി തപ്പി നോക്കി. പക്ഷെ എവിടെയും കിട്ടിയില്ല. അച്ഛൂന് അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി എടുത്തിട്ടേ വേറെ സമയത്തിലും ഇതാട്ടോ റിച്ചുട്ടന്റെ ഷർട്ട്. ഇതേപോലത്തെ അച്ഛൂന് അവിടെ കുറെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അച്ഛനാണ് ആദ്യം സെലക്ട് ചെയ്ത ആള്. എന്നിട്ട് ഓനെ പാകത്തിനുള്ളത് പിന്നെ കിട്ടിയില്ല. കുറെ ഞങ്ങൾ തപ്പി നോക്കി. അത് വലിപ്പം ഉണ്ടായിരുന്നല്ലോ ഓനെ എടുത്തത്. അത് 22 സൈസ് ആയിരുന്നു. ഓന്
അല്ല 22 സൈസ് 24 സൈസ് ഒക്കെ ഉണ്ട്. ഓന് വേണ്ടത് 30 28 സൈസാണ്. ഓനെ കാണുമ്പോൾ 30 സൈസാണ് എടുത്തത്. എന്നിട്ട് ഞങ്ങള് 3-4 കടയിൽ പോയി കയറി തപ്പി ഓനക്ക് ഇതേപോലത്തെ ഷർട്ട് എടുക്കാം. പക്ഷെ എവിടെയും കിട്ടിയില്ല. ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും കടയിലുണ്ടോന്ന് ഓണാകുമ്പോഴേക്കും കൊണ്ട് തപ്പി. ഇവർക്ക് രണ്ടാൾക്ക് എപ്പോഴും ഒരേപോലത്തെ ഡ്രസ് തന്നെയാണ് എടുക്കല്. ഒരേപോലത്തെ ഡ്രസ്സാണ് ഇവർക്ക് രണ്ടാൾക്ക് എപ്പോഴും എടുക്കുക. എന്നിട്ട് എല്ലാരും ചോദിക്കുക എത്ര കുട്ടികളാണെന്ന്. അച്ഛൻ ചോദിച്ചാ രണ്ടൊക്കെ ഒരേപോലത്തെ പാന്റ് അവിടുന്ന് കിട്ടിട്ടോ. പാന്റ് ഒരേപോലത്തെ കിട്ടി. ബ്ലാക്ക് പാന്റ്. ഫോണൊന്നും അവിടെ വെക്കൂ. അതാണ് അപ്പൊ കാണാണ്ടാവണ കുട്ടികൾ. ഇതാണ് അച്ഛൻ്റെ പാന്റ്. ഇനി ഓരോ ഷർട്ട് എടുക്കണം. ഇനി ഇതുപോലത്തെ ഷർട്ട് തന്നെ കിട്ടുമോ നോക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കണം. രണ്ടൊക്കെ എപ്പോഴും ഒരേപോലെ തന്നെ ഷർട്ട്. അപ്പൊ ഓനാണല്ലോ ആദ്യം സെലക്ട് ചെയ്ത ആള്. അപ്പൊ ഓനക്ക് തന്നെ അങ്ങനെ തന്നെ വേണമെന്ന് വാശി. പക്ഷെ ഇങ്ങനത്തെ കിട്ടണ്ടേ? അതേ ഇതിനുള്ളത് കിട്ടണില്ലോ. അതിന്റെ പാകത്തിനുള്ളത് കിട്ടണില്ലോ. ഇതിന് വേറെ വേണ്ട. കാണിച്ചല്ലേ? ഇതാണ് കേട്ടോ റിച്ചുവിന്റെ പേര്. ഇത് അച്ഛൻ്റെ പേര്. വേറെ സാധനം കാണിച്ചല്ലോ കേട്ടോ. ഇതാണ് ഞങ്ങള് കുഞ്ഞുമണീന്റെ ഡ്രസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമണി ഉണ്ടായിട്ടുണ്ട്. കുട്ടമാമന്റെ കുട്ടിയുടെ. ഇത് ഏട്ടന് ഓഫറിന് എടുത്തതാണ് കേട്ടോ. ഡോഡ്ജ് ഒക്കെ ഉണ്ടല്ലോ ഫ്രണ്ടില്. ലോഡ്ജോ? ഡോഡ്ജ് ലോഡ്ജ് വേണ്ട, ഇത് കാറാണ്. ഡോഡ്ജ് ആണത്. ചലഞ്ചർ. നല്ല കളറായിട്ട് നല്ല കളറായിട്ടേ തോന്നിക്ക് ഇഷ്ടമായി. സച്ചുവിന് പറ്റിയാണെങ്കിൽ സച്ചുവിന് നോക്കാൻ സമയം വേണ്ടേ? പിന്നെ ഇതാണ് ഞാൻ എടുത്ത പാന്റ്. അപ്പൊ അതെ, അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ട് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഇനി ഒരു നല്ല ടോപ്പ് എടുക്കണം. ഈ സെയിം സാധനമാണ് കുടുക്കാക്കൂന്ന് അവിടെ കൊണ്ട് പൂനെന്ന് ഏട്ടൻ കൊണ്ടുവരുന്നത്. ഇതിന്റെ വേറെ തുണി ഇതേ കളറില്. ഓർമ്മ ഉണ്ടത് ഗ്രേ കളറ്. ഇതേപോലെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഇതിനാണ് പെറ്റിടക്കാര്. അതേപോലെ 100 രൂപയുടെ ഒരു ലെഗിന് എന്റെ കറുപ്പ് ലെഗിൻ ഒക്കെ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഞാനൊരു ലെഗിന് ഓഫർ ഉള്ളതുകൊണ്ട് പണ്ടുള്ള കാലങ്ങളിൽ ഓഫറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് സാധാരണക്കാർക്ക് പൈസ കൊടുത്ത് തന്നെ നല്ല കൈ കൊടുത്തിട്ട് വാങ്ങണം. ഇന്ന് എന്താ വെച്ചാൽ നല്ല ഓഫറാണ്. പണ്ടുള്ള കാലത്ത് ഭാഗത്തെ കൊറേമാരും ഒക്കെ ഉണ്ടാവുന്നു. 50 റുപ്യന്റെ 15 റുപ്യന്റെ 10 റുപ്യ ഞങ്ങൾ ഇട്ടിരുന്നത്. അന്നത്തെ കാലം. മക്കൾക്കേ ചെന്ന് കഴിഞ്ഞാൽ 500 പിടുത്തം കിട്ടൂല. ഓർക്ക് 1000, 1500, 2000 കൂടാണ്ട് ഒരു ഷർട്ട് എടുക്കാൻ ഓർക്ക് ചന്തക്ക് പോകുമ്പോ പോയിട്ടുണ്ട് വരുമ്പോ ഒരു സന്തോഷം. ആ കൊറേ കിട്ടുന്ന ഒരു പാവാട കൊണ്ടുവരല്ലോ പറഞ്ഞിട്ട് പാവാട മാത്രം കൊണ്ടു. കുപ്പായൊന്നും രണ്ടും കൂടി ഉണ്ടാവില്ല. പപ്പയൊക്കെ ഇത് കരി നഖം പൂട്ടൂലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അത് ചന്തയ്ക്കൊണ്ട് വിറ്റിട്ട് ഐറ്റങ്ങൾ സാധനം വെച്ചിട്ട് വരിക. നമ്മളച്ഛൻ പണിയെടുത്ത പൈസ. ഞാനൊരു ടോപ്പ് എടുത്താണ് ഇട്ടത്. 400 രൂപ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വിട്ടു നോക്കിയപ്പോ പല രസം തോന്നി. ഒന്നും ചെയ്യാല്ലേ. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഞാൻ അങ്ങനത്തെ നോക്കിയിട്ട് എടുക്കുള്ളൂ. എനിക്ക് പിന്നെ അത് ഷേപ്പാക്കാൻ നടക്കാൻ വയ്യ. ഞാൻ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളത് നോക്കിയെടുക്കും. അവിടെ നിന്ന് തന്നെ ഇട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ സജിതയ്ക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായി. രസമുണ്ടോ എനിക്ക് പറയണം കേട്ടോ. എന്തായാലും പറയണേ. എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. അപ്പൊ എനിക്ക് 2 ഓടക്കോടി അയക്കുന്നു. ഒന്ന് വലിയേട്ടൻ എടുത്തന്നു, സെറ്റും കൊണ്ട് എടുത്തന്നു. വലിയേട്ടന്റെ വക. രണ്ടാമത് ഇത് ഞാൻ തന്നെ എടുത്താട്ടോ. അപ്പൊ ഇത് ഞാൻ തന്നെ എടുത്താണ്. പിന്നെ ഇഷ്ടമായമ്മ അവിടെ നിന്നിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ആ ചേച്ചി പറയണേ കറക്റ്റ് ഫിറ്റില്ലേ, നല്ല ഷേപ്പ് ഉണ്ടല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ, കറക്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ചെറുതിട്ടപ്പോ ഇനി എടുക്കാനാണ്. ഇനിയിപ്പൊ എനിക്ക് എടുക്കണം, ഏട്ടന് എടുക്കണം, അമ്മയ്ക്ക് കുട്ടികളുടെ 2 എടുത്തു. ഇനി എടുക്കാൻ ഞങ്ങൾക്കൊക്കെ എടുക്കാനുണ്ട്. അതിന് എന്താന്ന് വെച്ചാൽ സമയം ഉണ്ടല്ലോ, ഒക്കെ പാടൊന്നും കഴിഞ്ഞില്ല. ആകെ ക്ഷീണം കുഴക്കായി. കുട്ടികൾക്ക് എടുക്കാൻ തന്നെ ഒരു സമയമായിരുന്നു.
പിന്നെ ഓല് കുഴങ്ങിയാകെ അച്ചുവിന് എടുത്തിട്ടില്ല. പിന്നെ അച്ചുവിന് ഷർട്ട് എടുക്കണം, അമ്മയ്ക്ക് മാക്സ് എടുക്കണം, സജിതയ്ക്ക് എടുക്കണം, കുഞ്ഞുമോൻ എടുക്കണം. ഇത്ര ആൾക്കാർക്ക് എടുക്കാനാണോ? ആ വലിയേട്ടൻ എടുക്കണം. വലിയേട്ടൻ എടുത്തിട്ടില്ല. വലിയേട്ടൻ കൊടുക്കണം. അപ്പൊ എന്നാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത നല്ല വിശേഷമായിട്ട് നാളെ കാണാം. ബൈ.